ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് നിന്ന് എക്സാക്ട് സംഭവ സ്ഥലത്ത് നിന്ന് അനൂപ് കെ.ആർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇനി കാണാം. രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ച് ആദ്യ മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സൈന്യം ചെയ്യുന്നത് ഈ മുണ്ടക്കയിൽ നിന്ന് കൂടുതൽ യാത്രാ സംവിധാനങ്ങൾ സുഗമമാക്കുക എന്നുള്ളതാണ്. താൽക്കാലിക പാലം നിർമ്മിച്ചു. ഉന്നത പട്ടാള മേധാവികൾ ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ പ്രധാനമായും ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വപരമായിട്ടുള്ളൊരു ഏകോപനം ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ പട്ടാളം ഈ സ്ഥലത്തെത്തിക്കുകയും മുണ്ടക്കയിലേക്ക് താൽക്കാലിക പാലം നിർമ്മിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇനി നമുക്ക് പ്രധാനമായും കണ്ടെത്താനുള്ളത് ഈ എത്ര പേർ ഈ സ്ഥലത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആ മേഖലകളിൽ, പ്രത്യേകിച്ച് മുണ്ടക്കൈ തുടങ്ങിയ മേഖലകളിൽ എത്ര പേർ ഉണ്ട്, അവർ എത്ര പേർ ആ മേഖലകളിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തുകയും ആ പ്രദേശത്തുണ്ടായിരുന്നവരെ സംബന്ധിച്ചൊരു ഏകദേശ ധാരണ ഉണ്ടാക്കുകയുമാണ്. ഏതായാലും സൈന്യം ഈ നിലയിൽ ഇപ്പോൾ ശ്രമിക്കുന്നത് അത്തരത്തിലുള്ളൊരു അത്തരത്തിലുള്ളൊരു വ്യക്തത ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ സൈന്യത്തിൻ്റെ ഒരു സേവനം പ്രധാനപ്പെട്ടതാണ്. ഈ മേഖലകളിലേക്ക് എത്തിപ്പെടുകയും മണ്ണിനടിയിൽ തിരച്ചിൽ നടത്തുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് പൂർണ്ണ രീതിയിൽ ക്രമീകരിക്കുകയും നടപ്പാക്കുകയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഏതായാലും ഈ സ്ഥലത്ത് പുത്തൂർ ഈ ചൂരൽമല മേഖലയിൽ നിന്ന് കൂടുതൽ ആളുകളെ ഇപ്പോൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സമാനമായ സാഹചര്യം മുണ്ടക്കയിലുമുണ്ട്. ഇന്നലെ രാത്രി തന്നെ അവിടെ നിന്ന് പരിക്കേറ്റവരെ ഉൾപ്പെടെ ആദ്യഘട്ടത്തിലും പിന്നീട് അവിടെ കുടുങ്ങിപ്പോയവരെ പിന്നീടും പുറത്തെത്തിച്ചിരുന്നു. ഏതായാലും ആ രീതിയിലാണ് രക്ഷാപ്രവർത്തനം വയനാട്ടിൽ പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്താണ്. ഇവിടെ ഫയർഫോഴ്സിൻ്റെയും പട്ടാളത്തിൻ്റെയും വിവിധ സേനാ വിഭാഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ ഇവരെല്ലാം സജീവമായി പങ്കെടുക്കുകയാണ്. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം അതിനുശേഷമാണ് മറ്റു കാര്യങ്ങൾ. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞത് ഇവിടേക്ക് ഈ റോഡെല്ലാം തകർന്നു രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ച് ആദ്യ മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സൈന്യം ചെയ്യുന്നത് ഈ മുണ്ടക്കയിൽ നിന്ന് കൂടുതൽ യാത്രാ സംവിധാനങ്ങൾ സുഗമമാക്കുക എന്നുള്ളതാണ്. താൽക്കാലിക പാലം നിർമ്മിച്ചു. ഉന്നത പട്ടാള മേധാവികൾ ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ പ്രധാനമായും ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വപരമായിട്ടുള്ളൊരു ഏകോപനം ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ പട്ടാളം ഈ സ്ഥലത്തെത്തിക്കുകയും മുണ്ടക്കയിലേക്ക് താൽക്കാലിക പാലം നിർമ്മിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇനി നമുക്ക് പ്രധാനമായും കണ്ടെത്താനുള്ളത് ഈ എത്ര പേർ ഈ സ്ഥലത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആ മേഖലകളിൽ, പ്രത്യേകിച്ച് മുണ്ടക്കൈ തുടങ്ങിയ മേഖലകളിൽ എത്ര പേർ ഉണ്ട്, അവർ എത്ര പേർ ആ മേഖലകളിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തുകയും ആ പ്രദേശത്തുണ്ടായിരുന്നവരെ സംബന്ധിച്ചൊരു ഏകദേശ ധാരണ ഉണ്ടാക്കുകയുമാണ്. ഏതായാലും സൈന്യം ഈ നിലയിൽ ഇപ്പോൾ ശ്രമിക്കുന്നത് അത്തരത്തിലുള്ളൊരു വ്യക്തത ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ സൈന്യത്തിൻ്റെ ഒരു സേവനം പ്രധാനപ്പെട്ടതാണ്. ഈ മേഖലകളിലേക്ക് എത്തിപ്പെടുകയും മണ്ണിനടിയിൽ തിരച്ചിൽ നടത്തുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് പൂർണ്ണ രീതിയിൽ ക്രമീകരിക്കുകയും നടപ്പാക്കുകയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഏതായാലും ഈ സ്ഥലത്ത് പുത്തൂർ ഈ ചൂരൽമല മേഖലയിൽ നിന്ന് കൂടുതൽ ആളുകളെ ഇപ്പോൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സമാനമായ സാഹചര്യം മുണ്ടക്കയിലുമുണ്ട്. ഇന്നലെ രാത്രി തന്നെ അവിടെ നിന്ന് പരിക്കേറ്റവരെ ഉൾപ്പെടെ ആദ്യഘട്ടത്തിലും പിന്നീട് അവിടെ കുടുങ്ങിപ്പോയവരെ പിന്നീടും പുറത്തെത്തിച്ചിരുന്നു. ഏതായാലും ആ രീതിയിലാണ് രക്ഷാപ്രവർത്തനം വയനാട്ടിൽ പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്താണ്. ഇവിടെ ഫയർഫോഴ്സിൻ്റെയും പട്ടാളത്തിൻ്റെയും വിവിധ സേനാ വിഭാഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ ഇവരെല്ലാം സജീവമായി പങ്കെടുക്കുകയാണ്. ഒരു വലിയ ദുരന്തത്തെ അതിജീവിച്ച് രക്ഷാപ്രവർത്തനം സമാനതകളില്ലാത്ത രീതിയിൽ മുന്നേറുന്നു. ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ കൂടി നമുക്കൊപ്പമുണ്ട്. ഇന്ന് മേലെ മുണ്ടക്കയിൽ നിന്ന് ആളുകളെ മാറ്റാൻ കഴിയും. മേലെ ഉണ്ടായിരുന്ന ആളുകൾ ഇന്നലെ അവിടുന്ന് പൂർണ്ണമായും മാറ്റം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ പൂർണ്ണമായിട്ടും ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെ ഈ ക്യാമ്പിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ കുടുങ്ങി കിടക്കുന്ന ആളുകളെ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇന്നവിടെ നമ്മൾ അതിൽ ഒറ്റപ്പെട്ട് മരണമടഞ്ഞ ആളുകളെയാണ് ഇന്ന് നമ്മൾ തരാൻ പോകുന്നത്. അതിലേക്ക് ആവശ്യമായിട്ട് എല്ലാ സംവിധാനങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.
മുകളിലേക്ക് ഇന്നലെ തന്നെ സേനാവിഭാഗങ്ങളൊക്കെ എത്തിയിരുന്നു. അവിടെ ഇത്തിരി സാഹചര്യം നേരിൽ കണ്ടിരുന്നു. ഭീകരമായ അവസ്ഥയാണ് അവിടെ. വലിയ രീതിയിലേക്കുള്ള ഒരു മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ടൗൺ ആയിരുന്നു. ആ ടൗൺ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പരിസരത്തുണ്ടായിരുന്ന വീടുകൾ, അതുപോലെ പാടി ലെയിൻസുകൾ, ഒരു 6ഓളം പാടികൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ആശങ്ക എന്ന് പറയുന്നത് നമുക്ക് ഇന്നലെ 63 പേരാണ് അന്യസംസ്ഥാന തൊഴിലാളി അവിടെ ഉണ്ടായിരുന്നത്. അതിൽ 30 പേര് അവിടെ നിന്ന് മാറി താമസിച്ചിരുന്നു. പക്ഷേ 33 പേര് ആ പാടിക്കകത്താണ് താമസിച്ചിരുന്നത്. അതിനകത്ത് നമുക്ക് ഇന്നലെ വൈകുന്നേരം താഴെ അട്ടമല ഭാഗത്ത് നിന്ന് 5 ബോഡി കിട്ടിയതിൽ 3 ബോഡിയും ഈ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അപ്പോൾ അവരെയാണ് അതിനകത്ത് കൂടുതലുണ്ടാവുക. എങ്കിൽ പോലും നമ്മുടെ പ്രാദേശികമായിട്ട് അവിടെ താമസിക്കുന്ന ആളുകളും അവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ തദ്ദേശ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടേ ഇവിടെ എത്ര പേർ ഉണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ചൊരു കണക്കൊക്കെ ലഭ്യമായിട്ടുണ്ടോ? എത്ര പേരെ കാണാതായിട്ടുണ്ടെന്നൊരു ഏകദേശ അനുമാനം ലഭ്യമാവാൻ സഹായിക്കുന്ന വിധത്തിൽ 250ഓളം ആളുകൾ കാണാണ്ടായിട്ടില്ലെന്നാണ് ഒരു പ്രാഥമിക കണക്കുള്ളത്. ഇപ്പോൾ 130ഓളം വരുന്ന ബോഡികളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് ബോഡികൾ അവിടെ കിടക്കുന്നുണ്ട്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ഒരു സാധനം കഴിയും. പക്ഷേ അതിനകത്ത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് വരാൻ വെച്ചാൽ കഴിഞ്ഞ പുത്തുമല നമുക്ക് ഇവിടെ ടൗണിൽ അവിടെ സംഭവിച്ചതാണ്. അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടലിന് തൊട്ട് മുമ്പ് തലേ ദിവസം ഒരു പൊട്ടലവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പൂർണ്ണമായിട്ടും വേണ്ടപ്പെട്ട ആളുകൾ അവിടെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ദുരന്തം സംഭവിക്കില്ലായിരുന്നു. പക്ഷെ അതിലൊരു ചെറിയൊരു പോരായ്മ സംഭവിച്ചിരുന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ 60ഓളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തി ഇവിടെ ജോലി ചെയ്യുന്നവർ ആ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റായ സഹദ് അല്പസമയം മുൻപ് നമ്മോട് പറഞ്ഞത്. അതോടൊപ്പം ഈ മേഖലയിൽ 200ഓളം പേരെ കാണാതായിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഈ 135ഓളം മൃതശരീരങ്ങളാണ് ലഭിച്ചത്. 200ഓളം പേരെ ഈ പ്രദേശത്ത് നിന്ന് കാണാതായിട്ടുണ്ടെന്ന് പറയുന്നു. മുണ്ടക്കൈ ആ പ്രദേശത്ത് എത്ര പേർ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ളൊരു ഏകദേശ കണക്ക് ഏതായാലും അല്പസമയത്തിനകം ജില്ലാ ഭരണകൂടം നമുക്ക് ലഭ്യമാക്കും എന്നാണ് പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ മാത്രമാണ് ഈ അപകടത്തിൽപ്പെട്ടവരെക്കുറിച്ചുള്ള ഏകദേശ ധാരണ നമുക്ക് ലഭ്യമാവുകയുള്ളൂ.